ഗുഡ് മോർണിംഗ് ടു ഓൾ. നമ്മൾ മോഡ്യൂൾ 4-നകത്ത് കഴിഞ്ഞ ദിവസം ഇൻട്രപ്റ്റ് എന്താണ്, എത്ര ടൈപ്പ് ഇൻട്രപ്റ്റ്സ് ഉണ്ട് എന്നാണ് പഠിച്ചത്. ഇനി നമുക്ക് പഠിക്കാനുള്ളത് അടുത്തത് 8255 എന്ന് പറയുന്ന ICയെ കുറിച്ചാണ്. നമ്മൾ 4th മോഡ്യൂളിനകത്ത് പഠിക്കുന്ന ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് പെരിഫറൽ ICസിനെ കുറിച്ചാണ്. അപ്പം 8255 ആണ് അടുത്തത് നമുക്ക് പഠിക്കാനുള്ളത്. അപ്പം 8255A എന്ന് പറയുന്ന IC ഇന്റലാണ് ഡെവലപ്പ് ചെയ്തിരിക്കുന്നത്. 8255 യൂസ് ചെയ്യുന്നത് പാരലൽ ഡാറ്റ ട്രാൻസ്ഫർ ബിറ്റ്വീൻ പ്രോസസ്സർ ആൻഡ് സ്ലോ പെരിഫറൽ ഡിവൈസസ്. അതായത് പാരലൽ ഡാറ്റ ട്രാൻസ്ഫർ ബിറ്റ്വീൻ പ്രോസസ്സർ ആൻഡ് സ്ലോ പെരിഫറൽ ഡിവൈസസ്. ഇതിനു വേണ്ടിയാണ് നമ്മൾ എന്ത് യൂസ് ചെയ്യുന്നത്, 8255 എന്ന് പറയുന്ന IC യൂസ് ചെയ്യുന്നത്. അപ്പം 8255 എന്ന് പറയുന്ന ICക്കകത്ത് 3 പോർട്ടുകളാണ് ഉള്ളത്. പോർട്ട് എ, പോർട്ട് ബി, പോർട്ട് സി. 3 പോർട്ടും 8-bit പോർട്ടുകളാണ്, ഇൻപുട്ട് ഔട്ട്പുട്ട് പോർട്ടുകളാണ്. അതായത് 85 നമ്മൾ പഠിച്ചിട്ടുണ്ട്. 8085-ന് പെരിഫറൽ ഡിവൈസസുമായിട്ട് ഇൻ്റർഫേസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ അഡീഷണൽ IC നമുക്ക് വേണം. അപ്പം അങ്ങനെ നമ്മൾ യൂസ് ചെയ്യുന്നൊരു അഡീഷണൽ IC ആണ് 8255 എന്ന് പറയുന്നത്. പെരിഫറൽ ഇൻ്റർഫേസ് IC ആണ്. ഇതെന്ന് പറയുന്നത് നമുക്ക് അറിയാം, +5 വോൾട്ട് പവർ സപ്ലൈ വേണം. അതുപോലെ തന്നെ ഗ്രൗണ്ട് പിന്നും ഇതിനകത്ത് യൂസ് ചെയ്യുന്നുണ്ട്. ഡിഫറെൻറ്റ് ടൈപ്സ് ഫങ്ഷൻസ് ഉണ്ട്, ഡിഫറെൻറ്റ് ബ്ലോക്കുകളുണ്ട്. മെയിനായിട്ട് ഗ്രൂപ്പ് എ കൺട്രോൾ എന്ന് പറയുന്ന ബ്ലോക്കുണ്ട്, ഗ്രൂപ്പ് ബി കൺട്രോൾ എന്ന് പറയുന്ന ബ്ലോക്കുണ്ട്. പിന്നെ വരുന്നത് ഡാറ്റ ബസ് ബഫർ, പിന്നെ വരുന്നത് റീഡ് റൈറ്റ് കൺട്രോൾ ലോജിക്ക്, പിന്നെ ഈ പറഞ്ഞ രീതിയിൽ പോർട്ട് എ, പോർട്ട് ബി. പിന്നെ ഇതിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത് പോർട്ട് സിനെ 2 4-bit പോർട്ടുകളായിട്ട് ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. അതായത് പോർട്ട് സി അപ്പറും പോർട്ട് സി ലോവറും. നിങ്ങൾക്ക് ഈ ഫിഗർ നോക്കുമ്പോൾ തന്നെ അറിയാൻ പറ്റും. ഗ്രൂപ്പ് എ കൺട്രോൾ ചെയ്യുന്നത് പോർട്ട് എയും അതുപോലെ തന്നെ പോർട്ട് സിയുടെ അപ്പർ ബിറ്റിനെയുമാണ്. ഇനി അടുത്തത് നോക്കുക, ഗ്രൂപ്പ് ബി കൺട്രോൾ ചെയ്യുന്നത് പോർട്ട് സിയുടെ ലോവർ ബൈറ്റും പോർട്ട് ബിയും ആണ്. അപ്പോൾ നിങ്ങൾക്ക് നോക്കുമ്പോൾ തന്നെ കാണാം, പോർട്ട് എ എന്ന് പറയുന്നത് ഇൻപുട്ട് ഔട്ട്പുട്ട് ഫംഗ്ഷനായിട്ട് യൂസ് ചെയ്യുന്നു. അതിനെ നമ്മൾ ഡിനോട്ട് ചെയ്യുന്നത് PA7 to PA0, PA0 to PA7 ആണ്. പോർട്ട് സിയുടെ അപ്പറിനെ നമ്മൾ PC4 to PC7 എന്നാണ് ഡിനോട്ട് ചെയ്തിരിക്കുന്നത്. അതുപോലെ പോർട്ട് സി ലോവറിനെ PC0 to PC3 എന്നാണ് നമ്മൾ ലേബിൾ ചെയ്തിരിക്കുന്നത്. ഗ്രൂപ്പ് ബിയിലെ പോർട്ട് ബിയിലെ PV0 to PV7 എന്നാണ്. ഇതെല്ലാ പോർട്ടുകളും ഇൻപുട്ട് ഔട്ട്പുട്ട് പോർട്ടുകളാണ്, ബൈ ഡയറക്ഷണൽ പോർട്ടുകളാണ് ഇത് എല്ലാം. അതുപോലെ തന്നെ അടുത്തത് വരുന്നതാണ് ഗ്രൂപ്പ് എ കൺട്രോൾ, ഗ്രൂപ്പ് ബി കൺട്രോൾ. അത് നോക്കുക, അതിനെ കൺട്രോൾ ചെയ്യുന്നത് റീഡ് റൈറ്റ് കൺട്രോൾ ലോജിക്കാണ്. ഇനി റീഡ് റൈറ്റ് കൺട്രോൾ ലോജിക്കിൻ്റെ ഇൻപുട്ട്സ് ഏതൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. RD ബാർ, WR ബാർ, A0 ആൻഡ് A1, റീസെറ്റ്, CS ബാർ. അപ്പോൾ എന്താണ് CS ബാർ? ചിപ്പ് സെലക്ട് ആണ്. ഇത് ചിപ്പ് സെലക്ട് എന്ന് പറയുന്ന ആക്റ്റീവ് ലോ സിഗ്നലാണ്. 8255 എന്ന് പറയുന്ന പെരിഫറൽ IC നമുക്ക് ആവശ്യമായിട്ട് വരുന്ന ടൈമിൽ CS എന്ന് പറയുന്ന പിന്നിലേക്ക് 0 ആണ് വരുന്നത്. അപ്പോൾ CS ബാർ എന്ന് പറയുന്ന പിന്നിലേക്ക് 0 ആണ് ഇൻപുട്ട് വരുന്നത് എങ്കിൽ 8255 എന്ന് പറയുന്ന പെരിഫറൽ IC ആക്റ്റീവ് ആകും. ഇനി പിന്നെ നോക്കുക, RD ബാർ ആൻഡ് WR ബാർ. ഇത് രണ്ടും ആക്റ്റീവ് ലോ സിഗ്നലാണ്, റീഡ് ആൻഡ് റൈറ്റ് സിഗ്നൽസ്. 8255 ഏതെങ്കിലും ഡിവൈസ് റീഡ് ചെയ്യുവാൻ വേണ്ടിയാണ് RD ബാർ. ഇനി 8255ലേക്ക് ഡാറ്റ റൈറ്റ് ചെയ്യാൻ വേണ്ടിയാണ് WR ബാർ. A0 ആൻഡ് A1 എന്ന് പറയുന്ന പിന്നുകൾ യൂസ് ചെയ്യുന്നത് 8255ൻ്റെ ഏത് പോർട്ടാണ് സെലക്ട് ചെയ്യേണ്ടത്, അല്ലെങ്കിൽ കൺട്രോൾ രജിസ്റ്റർ ആണോ, കൺട്രോൾ വേഡ് ആണോ, പോർട്ടുകളാണോ സെലക്ട് ചെയ്യേണ്ടത് തീരുമാനിക്കുകയാണ് A0 ആൻഡ് A1 എന്ന് പറയുന്നത്. ഇപ്പോൾ രണ്ടും 00 ആണെങ്കിൽ
പോർട്ട് എ, 01 ആണെങ്കിൽ പോർട്ട് ബി, 10 ആണെങ്കിൽ പോർട്ട് സി, 11 ആണെങ്കിൽ കൺട്രോൾ വേർഡ് ആയിരിക്കും സെലക്ട് ആകുന്നത്. പിന്നെ റീസെറ്റ് എന്ന് പറയുന്നത് പിന്നെ നമുക്കറിയാം, അതായത് 8255 മൊത്തത്തിൽ റീസെറ്റ് ചെയ്യുക, അതായത് ക്ലിയർ ചെയ്യുക. അതിനുവേണ്ടിയാണ് നമ്മൾ റീസെറ്റ് എന്ന് പറയുന്ന പിന്നെ യൂസ് ചെയ്യുന്നത്. ഇനി അടുത്തതാണ് ഡേറ്റാബേസ് ബഫർ. ഡേറ്റാബേസ് ബഫറിൻ്റെ ഇൻപുട്ട് എന്ന് പറയുന്നത് ബൈ ഡയറക്ഷണൽ ഡേറ്റാബേസ് ആണ്. D0 ആൻഡ് D1 ബൈ ഡയറക്ഷനാണ്. ഡേറ്റാബേസ് ബഫറിൻ്റെ പ്രത്യേകത എന്താണ്? മൈക്രോ പ്രോസസറിൽ നിന്ന് പെരിഫറൽ ഡിവൈസസിലേക്കോ പെരിഫറൽ ഡിവൈസിലെ ഡേറ്റ മൈക്രോ പ്രോസസറിലേക്ക് ഇൻ ചെയ്യാൻ ഔട്ട് ചെയ്യുക. ഇതാണ് ഈ ബൈ ഡയറക്ഷണൽ ഡേറ്റാബേസ് നമ്മൾ യൂസ് ചെയ്യുന്നത്. അപ്പം 8255 നമുക്കറിയാം 3 പോർട്ടുകളാണുള്ളത്. പോർട്ട് എ, പോർട്ട് ബി, പോർട്ട് സിയുടെ ലോവർ ആൻഡ് പോർട്ട് സിയുടെ അപ്പർ എന്ന് പറയുന്നത്. ഇനി ഇത് ഓരോ പോർട്ടുകളും ഡിഫറെൻറ്റ് ഓപ്പറേറ്റിംഗ് മോഡ്സ്, അതായത് 3 ഓപ്പറേറ്റിംഗ് മോഡ്സിൽ ഇവ വർക്ക് ചെയ്യുന്നുണ്ട്. അതായത് മോഡ് 0, മോഡ് 1 ആൻഡ് മോഡ് 2. ഇപ്പോൾ 3 ഓപ്പറേറ്റിംഗ് മോഡ്സ് ഉണ്ട്. മോഡ് 0 എന്ന് പറഞ്ഞാൽ സിമ്പിൾ ഇൻപുട്ട് ഔട്ട്പുട്ട് പോർട്ടാണ്. മോഡ് 1 എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഹാൻഡ് ഷേക്ക് IO പോർട്ടാണ്. മോഡ് 2 എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ബൈ ഡയറക്ഷണൽ IO പോർട്ടാണ്. അപ്പോൾ 3 രീതിയിൽ 3 മോഡ്സ് ഓഫ് ഓപ്പറേഷൻസ് ഇത് പെർഫോം ചെയ്യുന്നുണ്ട്. ഇനി അടുത്തത് കൺട്രോൾ വേർഡ് ഫോർമാറ്റ് ഫോർ IO മോഡ്, ഇൻപുട്ട് ഔട്ട്പുട്ട് മോഡ്. മെയിനായിട്ടിത് ഇൻപുട്ട് ഔട്ട്പുട്ട് മോഡ് അല്ലെങ്കിൽ BSR മോഡ്, ബിറ്റ് സെറ്റ് ഓർ റീസെറ്റ് മോഡ്, ഈ 2 രീതിയിലാണ് വർക്ക് ചെയ്യുന്നത്. BSR മോഡാണോ അതോ IO മോഡാണോ എന്ന് തീരുമാനിക്കുന്നത് കൺട്രോൾ വേർഡിലെ D7th ബിറ്റ് 1 ആണോ 0 ആണോ എന്നതിനെ ഡിപ്പെൻഡ് ചെയ്തിട്ടാണ്. ഇപ്പോൾ കൺട്രോൾ വേർഡിൽ നമ്മൾ, അതായത് അക്യുമുലേറ്ററിൽ നമ്മൾ റൈറ്റ് ചെയ്യുന്ന ഡേറ്റ, അതാണ് കൺട്രോൾ വേർഡ്. ആ കൺട്രോൾ വേർഡിൽ 8 ബിറ്റാണത്. D0 to D7 വരെ നമ്മൾ കൊടുക്കുകയാണെങ്കിൽ D7, അതായത് മോസ്റ്റ് സിഗ്നിഫിക്കൻറ്റ് ബിറ്റ് എന്ന് പറയുന്നത് 1 ആണ് എങ്കിൽ അത് ഇൻപുട്ട് ഔട്ട്പുട്ട് മോഡിലായിരിക്കും വർക്ക് ചെയ്യുന്നത്. അതായത് എല്ലാ പോർട്ടുകളും ഒന്നെങ്കിൽ ഇൻപുട്ടായിരിക്കും അല്ലെങ്കിൽ ഔട്ട്പുട്ടായിരിക്കും. ഇനി D7th ബിറ്റ് 0 ആണ് എങ്കിൽ അത് BSR മോഡിലായിരിക്കും വർക്ക് ചെയ്യുന്നത്. BSR മോഡ് എന്ന് പറഞ്ഞാൽ ബിറ്റ് സെറ്റ് ഓർ റീസെറ്റ് മോഡാണ്. അതായത് പോർട്ട് സിയിലെ ഓരോ ബിറ്റുകളെയും സെറ്റ് ചെയ്യാനും റീസെറ്റ് ചെയ്യാനും നമ്മൾ യൂസ് ചെയ്യുന്നതാണ് BSR മോഡ് എന്ന് പറയുന്നത്. അപ്പോൾ കൺട്രോൾ വേർഡ് ഇമ്പോർട്ടൻ്റ് ആണ്. കഴിഞ്ഞ തവണ എക്സാമിന് ചോദിച്ചിരുന്നത് 8255 കൺട്രോൾ വേർഡ് എഴുതാൻ വേണ്ടിയായിരുന്നു. അപ്പോൾ കൺട്രോൾ വേർഡ് IO മോഡിനും BSR മോഡിനും സെപ്പറേറ്റ് ആണ്. രണ്ടും ഡീറ്റെയിൽ ആയിട്ട് പഠിക്കുക. അപ്പം ഇവിടെ നോക്കുക, D0 ബിറ്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് ഗ്രൂപ്പ് B ആണ് കൺട്രോൾ ചെയ്യുന്നത്. അതായത് പോർട്ട് സിയുടെ ലോവർ ബിറ്റാണ് D0 എന്ന് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ പോർട്ട് CL 1 ആണ്, D0 ബിറ്റ് 1 ആണ് എങ്കിൽ പോർട്ട് സി ലോവർ എന്ന് പറയുന്നത് ഇൻപുട്ട് ഡിവൈസ് ആയിട്ടായിരിക്കും ആക്ട് ചെയ്യുന്നത്. ഇനി D0 എന്ന് പറയുന്നത് 0 ആണ് എങ്കിൽ പോർട്ട് സിയുടെ ലോവർ ബിറ്റ്സ് ഔട്ട്പുട്ടായിട്ടായിരിക്കും ആക്ട് ചെയ്യുന്നത്. അതായത് PC3 തൊട്ട് PC0 വരെയുള്ള ബിറ്റുകൾ എന്തായിരിക്കും? 1 ആണെങ്കിൽ ഇൻപുട്ടായിരിക്കും, 0 ആണെങ്കിൽ ഔട്ട്പുട്ടായിരിക്കും. ഇനി അടുത്ത ബിറ്റ് D1 എന്ന് പറയുന്ന ബിറ്റ് പോർട്ട് ബിയുടെ പിന്നുകളെയാണ് ഇൻഡിക്കേറ്റ് ചെയ്യുന്നത്. അത് 1 ആണ് എങ്കിൽ ഇൻപുട്ടും 0 ആണ് എങ്കിൽ ഔട്ട്പുട്ടായിട്ടായിരിക്കും വർക്ക് ചെയ്യുന്നത്. ഇനി അടുത്തത് നോക്കുക, D2 ആണ്. D2 എന്ന് പറയുന്ന ബിറ്റ് മോഡ് സെലക്ഷന് വേണ്ടിയാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. 0 ആണ് എങ്കിൽ മോഡ് 0, 1 ആണെങ്കിൽ മോഡ് 1ലായിരിക്കും അത് വർക്ക് ചെയ്യുന്നത്. ഇനി അടുത്തത് ഗ്രൂപ്പ് എ കൺട്രോൾ ചെയ്യുന്ന ബിറ്റുകളാണ്. ഗ്രൂപ്പ് എ കൺട്രോൾ ചെയ്യുന്ന ബിറ്റാണ് D3 എന്ന് പറയുന്നത്. D3 എന്ന് പറഞ്ഞാൽ പോർട്ട് സിയുടെ അപ്പർ ബിറ്റുകളാണ്. അപ്പോൾ പോർട്ട് സിയുടെ അപ്പർ പിൻസ് എന്ന് പറയുന്നത് 1 ആണെങ്കിൽ അത് ഇൻപുട്ടായിട്ട് ആക്ട് ചെയ്യും, 0 ആണ് എങ്കിൽ അത് ഔട്ട്പുട്ടായിട്ടായിരിക്കും ആക്ട് ചെയ്യുന്നത്. ഇനി അടുത്തത് D4 എന്ന് പറയുന്ന ബിറ്റ് കൺട്രോൾ ചെയ്യുന്ന പോർട്ട് എയിനെയാണ്.
അത് 1 ആണെങ്കിൽ ഇൻപുട്ട്. എല്ലാ ബിറ്റുകളിലും 1 ആണ് വരുന്നത് എങ്കിൽ പിൻസിൽ 1 വന്നാൽ അത് ഇൻപുട്ട്, 0 വന്നാൽ അത് ഔട്ട്പുട്ട്. ആ രീതിയിലാണ് വർക്ക് ചെയ്യുന്നത്. ഇനി അടുത്തത് നോക്കാം. മോഡ് സെലക്ഷന് വേണ്ടിയാണ് യൂസ് ചെയ്യുന്നത് D6 ആൻഡ് D5. D6ഉം D5ഉം കമ്പൈൻ ചെയ്താണ് ഇവിടെ യൂസ് ചെയ്യുന്നത്. അത് മോഡ് സെലക്ഷന് വേണ്ടിയാണ്. 0 0 ആണെങ്കിൽ മോഡ് 0, 0 1 ആണെങ്കിൽ മോഡ് 1. 1 ഡോണ്ട് കെയർ എന്ന് വെച്ചാൽ 0 ആകാം 1 ആകാം. പക്ഷേ ലെഫ്റ്റ് ബിറ്റ് 1 ആണ് എങ്കിൽ അത് മോഡ് 2 ആയിട്ടായിരിക്കും വർക്ക് ചെയ്യുന്നത്. D7 ബിറ്റ് നമ്മൾ ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞു. 1 ആണെങ്കിൽ IO മോഡ്, 0 ആണെങ്കിൽ VSR മോഡ്. അപ്പോൾ ഇത് ഇൻപുട്ട് ഔട്ട്പുട്ട് മോഡിൻ്റെ കേസിലാണ് പറഞ്ഞത്. അതായത് D7 ബിറ്റ് 1 ആണെങ്കിൽ എങ്ങനെയാണ് വർക്ക് ചെയ്യുന്നത്. ഈ ഫോർമാറ്റ് പഠിച്ചിരിക്കണം എല്ലാവരും, ഇത് ഇമ്പോർട്ടൻ്റ് ആണ്. ഇനി നമ്മൾ പറഞ്ഞു മോഡ് 0 എന്ന് പറഞ്ഞാൽ സിമ്പിൾ ഇൻപുട്ട് ഓർ ഔട്ട്പുട്ട് മോഡാണ് എന്ന്, അല്ലേ? അതാണ് ഈ പറഞ്ഞിരിക്കുന്നത്. മോഡ് 0 എന്ന് പറഞ്ഞാൽ സിമ്പിൾ ഇൻപുട്ട് ഓർ ഔട്ട്പുട്ട് മോഡ്. ഇനി അടുത്തതാണ് ഞാൻ പറഞ്ഞത് BSR മോഡ്, ബിറ്റ് സെറ്റ് ഓർ റീസെറ്റ് മോഡ്. ബിറ്റ് സെറ്റ് ഓർ റീസെറ്റ് മോഡ് എന്ന് പറഞ്ഞാൽ പോർട്ട് സിയിലെ ഓരോ ബിറ്റുകളെയും സെറ്റ് ചെയ്യാനും റീസെറ്റ് ചെയ്യാൻ വേണ്ടിയാണ് യൂസ് ചെയ്യുന്നത്. ഇപ്പോൾ BSR കൺട്രോൾ വേർഡ് നമുക്ക് കാണുമ്പോൾ തന്നെ അറിയാം. D7 ബിറ്റ് 0 ആണ്. 0 ആണെങ്കിലാണ് BSR മോഡ്. D6, D5, D4 ഈ 3 ബിറ്റുകൾ നമ്മൾ യൂസ് ചെയ്യുന്നില്ല. അത് ഡോൺ കെയർ ആണ്. റീസെറ്റ് ടു 0 ആയിട്ടാണ് നമ്മൾ സെറ്റ് ചെയ്യുന്നത്. ഇനി D3, D2, D1 ഇതാണ് നമ്മൾ ബിറ്റ് സെലക്ട് ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്നത്. 8 ബിറ്റിൻ്റെ പോർട്ട് സി എന്ന് പറഞ്ഞാൽ 8 ബിറ്റ് പോർട്ടാണ്. 8 ബിറ്റ് പോർട്ടിൽ നമുക്കറിയാം 0 to 7 വരെയാണ് പിൻസ് വരുന്നത്. അതിൻ്റെ പിൻസിനെ ഡിനോട്ട് ചെയ്യുന്നത് 0 to 7 വരെയാണ്. മാക്സിമം വരുന്നത് 7 ആയതുകൊണ്ട് 3 ഡിജിറ്റ് നമുക്ക് റെപ്രസെൻറ്റ് ചെയ്യാൻ വേണം. അതുകൊണ്ടാണ് 000 തൊട്ട് 111 എന്ന് വന്നിരിക്കുന്നത്. അപ്പോൾ ഓരോ ബിറ്റുകൾക്കും അനുസരിച്ചാണ് ഇവിടെ ഏത് പിന്നാണ് വരുന്നതെന്ന് നമ്മൾ തീരുമാനിക്കുന്നത്. ഇനി D0 ബിറ്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ S or R എന്നാണ്. അതായത് 1 വന്നാൽ ഇത് സെറ്റ് ചെയ്യും, 0 ആണെങ്കിൽ റീസെറ്റ് ചെയ്യും. അപ്പോൾ ബിറ്റ് സെലക്റ്റിൽ ഇപ്പോൾ വന്നിരിക്കുന്നത് 0 1 0 ആണ്. അപ്പോൾ ബിറ്റ് 2 ആണ് നമ്മളിവിടെ സെലക്ട് ചെയ്തത്. ഇനി നോക്കുക, D0 എന്ന് പറയുന്നത് 1 ആണ് എങ്കിൽ സെറ്റ് ചെയ്യാനാണ് പറയുന്നത്. ഇനി ഏതിനെയാണ് സെറ്റ് ചെയ്യേണ്ടത്? അത് ഏത് പോർട്ട് സിയിലെ ഏത് ബിറ്റിനെയാണ് സെറ്റ് ചെയ്യേണ്ടത് എന്ന് തീരുമാനിക്കുന്നത് D3, D2, D1 എന്ന് പറയുന്ന ബിറ്റ് ആണ്. അപ്പം ഇവിടെ ഏത് ബിറ്റാണോ വരുന്നത്, ഇവിടെ ഇപ്പോൾ 101 എന്നാണ് വരുന്നതെങ്കിൽ പോർട്ട് സിയിലെ PC5 എന്ന് പറയുന്ന പിന്നിനെ ആയിരിക്കും സെറ്റ് ചെയ്യുന്നത്. അതായത് D0 1 ആണെങ്കിൽ. ഇനി D0 0 ആണെങ്കിലോ പോർട്ട് സിയിലെ PC5 എന്ന് പറയുന്ന പിന്നിനെ അത് റീസെറ്റ് ചെയ്യും. അപ്പോൾ D0 1 ആണെങ്കിൽ സെറ്റ് ചെയ്യും, D0 0 ആണെങ്കിൽ റീസെറ്റ് ചെയ്യുക എന്നാണ് മീൻ ചെയ്യുന്നത്. D3, D2, D1 ഇതാണ് ബിറ്റ് സെലക്റ്റിന് വേണ്ടി യൂസ് ചെയ്യുന്നത്. പോർട്ട് സിയിലെ ഓരോ പിൻസിനെയും സെറ്റ് ചെയ്യാനും റീസെറ്റ് ചെയ്യാനുമാണ് നമ്മൾ BSR മോഡ് യൂസ് ചെയ്യുന്നത്. അപ്പം ഈ BSR മോഡ് ബിറ്റ് സെറ്റ് ഓർ റീസെറ്റ് മോഡും ഇൻപുട്ട് ഔട്ട്പുട്ട് മോഡും അതിൻ്റെ കൺട്രോൾ വേർഡ് ഡീറ്റെയിൽ ആയിട്ട് പഠിക്കുക. കഴിഞ്ഞ തവണ എക്സാമിന് ചോദിച്ചിരുന്നത് ഈ കൺട്രോൾ വേർഡ് എഴുതാൻ വേണ്ടിയായിരുന്നു. അപ്പോൾ എന്താണ് 8255ൻ്റെ കൺട്രോൾ വേർഡ്സ് എന്ന് പഠിക്കുക. IO മോഡ് ആൻഡ് BSR മോഡ് മെയിനായിട്ട് 2 മോഡ്സ് കൺട്രോൾ വേർഡാണുള്ളത്. 2 കൺട്രോൾ വേർഡിൻ്റെയും ഓരോ ബിറ്റുകളും എന്തിനു വേണ്ടിയാണ് യൂസ് ചെയ്യുന്നതെന്ന് പഠിക്കുക. 8255ൻ്റെ ബ്ലോക്ക് ഡയഗ്രവും ഇമ്പോർട്ടൻ്റ് ആണ്. ഒരു തവണ ബ്ലോക്ക് ഡയഗ്രവും ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ ഈ ബ്ലോക്ക് ഡയഗ്രവും BSR കൺട്രോൾ വേർഡ് 2 അതാണ് ഇതിനകത്ത് ഇമ്പോർട്ടൻ്റ് ആയിട്ട് പഠിക്കാനുള്ളത്. പിന്നെ 3 മോഡ്സ് ഓഫ് ഓപ്പറേഷൻസും പഠിക്കുക. അപ്പം ഇത്രയും കാര്യങ്ങൾ നിങ്ങൾ നന്നായിട്ട് പഠിക്കുക. വീഡിയോ കണ്ടതിന് ശേഷം നോട്ട് എഴുതുക. അപ്പം ഓക്കെ, താങ്ക് യു.